പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 20 ചൊവ്വ. പ്രധാന വാർത്തകൾ. ഒമാൻ അതികഠിന ചൂടിലേക്ക്. വരും ദിവസങ്ങളിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. പുറം ജോലിക്കാരും പുറത്തിറങ്ങുന്നവരും ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താൻ മുൻകരുതലുകൾ സ്വീകരിക്കണം. കൊടും ചൂടിനെ പ്രതിരോധിച്ച് ശരീരത്തെ സംരക്ഷിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. ഈത്തപ്പഴ വിളവെടുപ്പ് കാലത്തെ പ്രധാന ആകർഷണമാണ് ഇളം പഴുപ്പിൽ പാകമായ റത്തബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈത്തപ്പഴങ്ങൾ. ഇത്തവണ ശൈത്യകാലത്തിന്റെ അവസാന നാളുകളിൽ തന്നെ ആരംഭിച്ച ഉയർന്ന ചൂടിനെ തുടർന്ന് റത്തബ് ഈത്തപ്പഴം നേരത്തെ പാകമാവുകയും ചിലയിടങ്ങളിൽ വിപണിയിൽ എത്തിത്തുടങ്ങുകയും ചെയ്തു. റത്തബ് ഈത്തപ്പഴം ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷ ദിനങ്ങളാണിത്. രാജ്യത്തെ ഏറ്റവും വലിയ കാർഷിക വിള വിപണിയിൽ എത്തുന്നത് സ്വദേശികളും വലിയ ആഘോഷത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത്. എന്നാൽ ഇത്തവണ റത്തബ് പ്രേമികൾക്ക് കൂടുതൽ കാത്തിരിക്കാതെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആവശ്യക്കാർ ഏറെയുള്ള ഇത്തരം ഈത്തപ്പഴങ്ങൾ തേടി നിരവധി പേരാണ് ഗവർണറേറ്റുകളിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്താറുള്ളത്. ചുവപ്പ്, മഞ്ഞ നിറങ്ങളിലുള്ള ഈത്തപ്പഴങ്ങളാണ് റത്തബ് ഇനത്തിൽപ്പെടുന്നത്. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയുമായി ഒമാൻ സാംസ്കാരിക കായിക യുവജന മന്ത്രി സയ്യിദ് യാസീൻ ബിൻ ഹൈതം അൽ സയീദ് കൂടിക്കാഴ്ച നടത്തി. ബെലാറസ് തലസ്ഥാനമായ മിൻസ്കിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആശംസകൾ പ്രസിഡന്റ് യാസീൻ കൈമാറി. സുൽത്താനും ആശംസകൾ അറിയിച്ച പ്രസിഡന്റ് സുൽത്താന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിലെ ഒമാൻ ജനതയുടെ എല്ലാ അഭിലാഷങ്ങളും സാക്ഷാത്കരിക്കപ്പെടട്ടെയെന്നും ആശംസിച്ചു. അൽ ഖുവൈറിൽ വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം ഈ മാസം 23-ന് ഉദ്ഘാടനം ചെയ്യും. പദ്ധതി അടുത്ത വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭ അറിയിച്ചു. അൽ ഖുവൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കത്ത് നഗരസഭയുടെ കീഴിൽ ജിൻഡാൽ ഷദീദ് അയേൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഒമാൻ കടലിൽ പൊടിപടലങ്ങളുടെ സാന്നിധ്യം വർദ്ധിച്ചതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ഇത് സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളും അധികൃതർ പുറത്തുവിട്ടു. വരും ദിവസങ്ങളിൽ ഈ പൊടിപടലങ്ങൾ ഒമാന്റെ തീരപ്രദേശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അതേസമയം ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് രൂക്ഷമായി. നിരവധി പാതകളിൽ മണൽ നിറഞ്ഞു. തുറന്ന സ്ഥലങ്ങളിലും മരുഭൂമിയിലും പൊടിക്കാറ്റ് ശക്തമാകുമെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. വടക്കൻ ഗവർണറേറ്റുകളിലാണ് പൊടിക്കാറ്റ് ശക്തമായത്. പൊടിപടലങ്ങൾ അനുഭവപ്പെടുന്ന സമയങ്ങളിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പാലിക്കണം. റോഡുകളിൽ മണൽ നിറയുന്നത് യാത്ര ദുഷ്കരമാക്കും. രാജ്യത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെളിഞ്ഞ അന്തരീക്ഷമാണ് അനുഭവപ്പെട്ടത്. താപനില വീണ്ടും ഉയർന്നു തുടങ്ങി. വിവിധ ഭാഗങ്ങളിൽ 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില അനുഭവപ്പെട്ടു. വരും ദിവസങ്ങളിലും താപനില ഉയരും. ഒമാൻ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ചതിനും മനുഷ്യക്കടത്ത് നടത്തിയതിനും വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബംഗ്ലാദേശ് രാജ്യക്കാരായ 3 പേരെയാണ് പിടികൂടിയത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ പരിശോധനയിലാണ് 2 സംഘങ്ങൾ അറസ്റ്റിലായത്. ലിയോ 14 പോപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഒമാൻ പ്രതിനിധി പങ്കെടുത്തു. ഇറ്റലിയിലെ ഒമാൻ അംബാസഡർ സയ്യിദ് നിസാർ ബിൻ അൽ ജുലന്ത അൽ സഈദാണ് ഒമാനെ പ്രതിനിധീകരിച്ചത്. ചടങ്ങിൽ പങ്കെടുത്ത് പോപ്പിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ ആശംസകളും അദ്ദേഹം കൈമാറി. വത്തിക്കാൻ സിറ്റിയിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന ചടങ്ങിൽ നിരവധി രാഷ്ട്രതലവന്മാരും ആഗോള നേതാക്കളും പങ്കെടുത്തു.
ഫ്രാൻസിസ് പോപ്പിന്റെ വിയോഗത്തെ തുടർന്നാണ് ലിയോ 14 പോപ്പിന്റെ സ്ഥാനാരോഹണം. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായുള്ള ഒമാന്റെ ആദ്യ സൗഹൃദ മത്സരം ഇന്ന് നടക്കും. നൈജീരിയയാണ് എതിരാളികൾ. ബൗഷർ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ രാത്രി 8 മണിക്കാണ് കിക്ക് ഓഫ്. 28-ന് ലെബനനെയും നേരിടും. യോഗ്യതാ മത്സരങ്ങൾക്കൊരുങ്ങുന്നതിനായി ദേശീയ ക്യാമ്പ് മസ്കത്തിൽ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്പെയിൻ സന്ദർശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാറ്റിവെച്ചതായി ദിവാൻ ഓഫ് റോയൽ കോർട്ട് പ്രസ്താവനയിൽ അറിയിച്ചു. സന്ദർശനത്തിന്റെ പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിലെ ഗതാഗതം സുഗമമാക്കുന്നതിനായി സുൽഫി റൗണ്ട് എബൌട്ട് പാതകൾ ഇരുവശത്തും അടച്ചതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഡ്രൈവർമാർ സമീപമുള്ള പാലങ്ങൾ ബദൽ മാർഗമായി ഉപയോഗിക്കണമെന്നും ROPയും മസ്കത്ത് നഗരസഭയും നിർദ്ദേശിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.